ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ദീപ. ഞാൻ തണ്ണീർമുക്കത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ 8ാമത്തെ ഉടമ്പടിയാണ്. എൻ്റെ 2ാമത്തെ സാക്ഷ്യവും. ആദ്യം തന്നെ സാക്ഷ്യം പറയാൻ വൈകിയതിൽ അമ്മയോടും ഈശോയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. 26 വർഷമായിട്ട് എൻ്റെ വീടിൻ്റെ പൊക്കത്തിൽ കൂടെ 11 kV കറണ്ട് പോകുന്നുണ്ടായിരുന്നു, ലൈൻ കമ്പി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും അമ്മയുടെ വരുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, ഇത് എന്തെങ്കിലും ഒന്ന് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു കൃപ ഉണ്ടാകണേ എന്ന് പറഞ്ഞ് കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 2 പ്രാവശ്യം അത് പൊട്ടി വീണു. ഞങ്ങൾക്കൊക്കെ എർത്തുണ്ടായി. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അമ്മ സംരക്ഷിച്ചു. അപ്പോൾ ഈ ഫെബ്രുവരിയിൽ ലൈൻ പൊട്ടി വീഴുകയും ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പം ഉണ്ടായില്ല. ഇലക്ട്രിസിറ്റിയിലേക്ക് വിളിച്ചു പറഞ്ഞു. അവർ വന്ന് പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫാക്കി ലൈൻ കെട്ടുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു എത്രയും വേഗം ഇത് പെരയുടെ പൊക്കത്തിൽ നിന്ന് മാറ്റാനുള്ള ഒരു ഇതുണ്ടാക്കണമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഒരു 26 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു 10 വർഷത്തോളം ഇതിൻ്റെ പുറകെ ഞങ്ങൾ നടന്നതാണ്, എങ്ങനെയെങ്കിലും ഈ ലൈനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലൈൻ പോകുന്ന വീടിൻ്റെ ഉടമസ്ഥർ പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ഇട്ടാലോ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ സാർമാർ വന്നിട്ട് ഇന്ന് വരെ ഇത്രയും സാറുമാർ വന്നിട്ട് പറയാത്തൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ലൈൻ പൊട്ടി വീണപ്പോൾ ഈ സാറ് പറഞ്ഞു നമുക്ക് ഈ സൈഡിൽ ഒന്ന് പോസ്റ്റ് ഇട്ട് നോക്കാം, ചിലപ്പോൾ നമുക്കത് ലൈൻ വലിക്കാൻ പറ്റുമായിരിക്കുമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഇടയ്ക്ക് അമ്മയുടെ പോയി നിന്നുകൊണ്ട് പോസ്റ്റിൻ്റെ ചുവട്ടിൽ അമ്മയോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പിടുമായിരുന്നു. അമ്മ ഇപ്പോൾ ഈ ലൈൻ ഒന്ന് എങ്ങനെയെങ്കിലും ഇതിൻ്റെ പൊക്കത്തിൽ നിന്നൊന്ന് മാറ്റിത്തരണേ അമ്മേ, കുഞ്ഞുങ്ങളുള്ളതാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. പെരയ്ക്ക് ചുറ്റും നടന്ന് കൊന്ത ചെല്ലുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയ സംരക്ഷണമാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മ തന്നത്. ഒരു കുഴപ്പവും ഇല്ലാതെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ വീടിൻ്റെ പൊക്കത്തിൽ നിന്ന് ആ ലൈൻ മാറ്റി അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്തു. അതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ്, ഒരു വർഷമായിട്ടില്ല, എൻ്റെ ഭർത്താവ് ഒരു വണ്ടി എടുത്തു, 2 വണ്ടി എടുത്തു. പിന്നെ അടുത്ത വണ്ടി എടുക്കാനായിട്ട് പോയപ്പോഴേക്കും എന്നോട് പറഞ്ഞു ദീപ നീ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്തോ ഒരു ആപത്ത് വരുന്ന പോലെ അമ്മ പറഞ്ഞു, എന്തോ ഒരു അപകടം വരുന്ന പോലെ പറഞ്ഞപ്പോൾ